രാജേട്ടാ, ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേസുകൾ അവസാനിക്കുന്നില്ല. നമുക്കറിയാം, പ്രവാസികളായ പഴയ സുഡാപ്പികൾ അവരെ രാജ്യത്തേക്ക് വരാൻ വേണ്ടി അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ പോലും വന്നിറങ്ങിയാൽ NIA-യും ED ഒക്കെ പൊക്കുമെന്ന സ്ഥിതിയാണുള്ളത്. ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിക്കുന്നു. അതേ രീതിയിൽ പുതിയ വരുന്ന വാർത്തയാണ്. അതായത് മാധ്യമപ്രവർത്തകൻ എന്ന് പറയുന്ന സിദ്ദിഖ് കാപ്പൻ വഴി, സിദ്ദിഖ് കാപ്പന്റെ ഭാര്യയുടെ അക്കൗണ്ടുകൾ വഴി കോടികൾ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് എത്തിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എങ്ങനെ കാണുന്നു? മലയാളിയായിട്ടുള്ള സിദ്ദിഖ് കാപ്പൻ പത്രപ്രവർത്തകൻ എന്ന വ്യാജേനയാണ് അദ്ദേഹം ഹത്രാസിലെത്തിയതും പിന്നീടുണ്ടായ കലാപങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തതും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പത്രപ്രവർത്തനം ഒരു മറയാണ്. പത്രപ്രവർത്തക യൂണിയൻ ഇവർക്കൊരു മറ നിൽക്കുന്നു എന്നുള്ളതാണ്. KUWJ-യുടെ ഭാരവാഹികളും അതിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം വാസ്തവത്തിൽ ഇടതുപക്ഷ സഹയാത്രികരും ഈ ജിഹാദി ടീമിലും പെട്ട ആളുകളാണ്. അതുകൊണ്ടാണ് ഇത്രയും ഏറ്റവും വലിയ ഒരു കൊടിയ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ട് പോലും സിദ്ദിഖ് കാപ്പന് അനുകൂലമായിട്ട് പ്രകടനം നടത്താനും ഒപ്പശേഖരണം നടത്താനും മോചിപ്പിക്കുവാനും ജാമ്യം എടുത്ത് കിട്ടിയ ആളെ സ്വീകരിക്കാനും ഒക്കെ ഈ പത്രപ്രവർത്തക യൂണിയൻ തയ്യാറായത്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് INA-യുടെ റിപ്പോർട്ട് ഏകദേശം 13,000-ഓളം മലയാളികളുടെ അക്കൗണ്ട് പിടിച്ചെടുത്തു. അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒരു വലിയ ഭീകരമായ മിനിമം ഒരു 1,00,000 രൂപ ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നാലും 13,000-ന്റെ 1,00,000 രൂപ ഗുണിച്ചു നോക്കൂ, എത്ര വലിയ തുകയാണ്. വലിയ സംഖ്യയാണ്. അപ്പോൾ MF യൂസഫ് അലിയെ പോലെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പോലെയോ ഇന്നലെ ഒരു ചർച്ചയിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മലയാളത്തിലെ ഒരു മഹാനടൻ എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്ന അത്തരത്തിലുള്ള ആളുകൾ പോലും ഇവർക്ക് പണശേഖരണത്തിന് ഇപ്പം അറിഞ്ഞോ അറിയാതെയോ ആയിരിക്കാം. ഇപ്പം ഹജ്ജിന് കൊണ്ടുപോകാൻ അജണ്ട അറിയാതെ 50 പേരെ അല്ലെങ്കിൽ 100 പേരെ ഹജ്ജിന് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കണം, ഇന്ന ആളിനോട് പറയണം എന്ന് പറഞ്ഞ രീതിയിൽ വൻ പണപ്പിരിവ് ഡൽഹിയിലുള്ള വിദേശത്തുള്ള വ്യവസായികളിൽ നിന്നും പിരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലിയ കൊടിയ പാതകം എന്നുവെച്ചാൽ എന്താ പറയുക, ഏറ്റവും വലിയ ധനശേഖരണം ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ തക്ക പാകത്തിലുള്ള ധനശേഖരണം നടത്തിയിട്ട് പോലും, ഇതിൻ്റെ വിശദാംശങ്ങൾ അറിഞ്ഞിട്ട് പോലും BJP-യെ പോലുള്ള ഭരണപക്ഷ കേരളത്തിലെ പ്രതിപക്ഷ അടക്കമുള്ള ആളുകൾ ഇതിനെ എതിർത്തിട്ടും ഒരു വിഭാഗം പത്രപ്രവർത്തകർ ഇയാളെ സഹായിക്കുകയാണ്, സിദ്ദിഖ് കാപ്പനെ സഹായിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ് വരുന്നത് സിദ്ദിഖ് കാപ്പൻ്റെ ഭാര്യയുടെ പേരിൽ വലിയ ഒരു വൻ തുക കോടികൾ വന്നിട്ടുണ്ടെന്നാണ്. ഇത് തന്നെയല്ലേ ഇന്ത്യയിൽ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് നടക്കുന്നത്. 64-ഓളം മലയാളി പത്രപ്രവർത്തകർ ഈ ഒരു ലിസ്റ്റിലുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. വിദേശത്ത് നിന്ന് ഇന്ത്യാവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഏജൻസികളുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിച്ചുകൊണ്ട് ഒരു ഇന്ത്യാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന പത്രപ്രവർത്തകരിൽ 64 പേർ മലയാളികളാണ്, അല്ലെങ്കിൽ മലയാള ഭാഷയുടെ വാർത്തകൾ സൃഷ്ടിച്ചു കൊടുക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാജേട്ടൻ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. കാരണം KUWJ-യുടെ സമ്മേളനമൊക്കെ കേരളത്തിൽ നടന്നു. അതിലൊക്കെ ഈ സിദ്ദിഖ് കാപ്പൻ പങ്കെടുത്തിട്ടുണ്ട്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ, ഏത് സ്ഥാപനത്തിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നതെന്ന് പോലും ഈ ഭാരവാഹികൾക്കോ അതിൽ പങ്കെടുപ്പിച്ച ആളുകൾക്കോ അറിയില്ല. പക്ഷെ അവിടെ ഇങ്ങനെയുള്ള ആളുകൾ പങ്കെടുക്കുന്നു, അവർ താരമായി മാറുന്നു എന്നതാണ് വസ്തുത. എങ്ങനെയാണിത് സാധ്യമാവുന്നത്? ഇപ്പം കേരളഭൂമി അല്ലെങ്കിൽ മാതൃഭൂമി അല്ലെങ്കിൽ ജന്മഭൂമി അല്ലെങ്കിൽ ദേശാഭിമാനി ഏതെങ്കിലും ഒരു പ്രിന്റ് മീഡിയയിലോ ഏതെങ്കിലും ഒരു വിഷ്വൽ മീഡിയയിലോ പ്രവർത്തിക്കുന്ന ആളാണ്. ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് അതിൻ്റെ ID കാർഡോ മറ്റോ കിട്ടി, അല്ലെങ്കിൽ ID കാർഡും തൂക്കിയിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇത് അയാൾ താങ്കൾ പറഞ്ഞ മാതിരി അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനം ഏതാണെന്ന് പോലും അറിയാതെ ഒരു വലിയ പത്രപ്രവർത്തക ശൃംഖലയുടെ അവർ നയിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ അവർ നേതൃത്വം കൊടുക്കുന്ന പരിപാടികളിൽ താരമായി മാറുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഈ പത്രപ്രവർത്തകരിലും അവരുടെ സംഘടനയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയല്ലേ? തീർച്ചയായും അതല്ലേ വാസ്തവം. അപ്പോൾ ഇവരെന്താ ശ്രദ്ധിക്കേണ്ടത്? ഇത്തരം ആളുകളെ മാറ്റി നിർത്തുകയല്ലേ? പക്ഷെ അറിഞ്ഞോ അറിയാതെയോ കേരളത്തിൽ വളരെ ഒരു വലിയ, കേരളത്തിൽ മാത്രമല്ല ഇന്ന് ഓൾ ഇന്ത്യ തലത്തിൽ നോക്കിയാലും ഭാരതവിരുദ്ധ പ്രവർത്തനത്തിന് സഹായിക്കുന്ന പത്രപ്രവർത്തകരുടെ എണ്ണം വളരെ വലുതാണ്. ഇടത് ജിഹാദികൾ, ഇടത് അർബൻ നക്സലുകൾ, അതുപോലെ മുസ്ലിം ജിഹാദികൾ, ഇവരുമായി ചേർന്ന് നിന്ന് പത്രപ്രവർത്തനം നടത്തുന്ന വലിയ ഒരു ശൃംഖല തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്ന് വേണം പറയാൻ. ജോർജ് സോറോസിൻ്റെ പണം പറ്റിക്കൊണ്ട്
ജോർജ് സോറോസിനെ അതുപോലെ പോലെയുള്ള ആളുകളുടെ നമുക്ക് പറയാൻ പറ്റുന്ന പലതരത്തിലുള്ള ഉദാഹരണങ്ങളുണ്ട്. നോട്ട് നിരോധനത്തിന്റെ ഭാഗമായി കുറച്ചു കാലം മുന്നോട്ട് പോയെങ്കിലും തേജസ് പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖപത്രമായിരുന്നു. തേജസ് പിന്നെ കൂട്ടിക്കെട്ടേണ്ട അവസ്ഥയിലേക്ക് പോയി, സാമ്പത്തികമായി ആകെ തകർന്നു. ഈ നോട്ട് നിരോധനം ആണ് അതിനുണ്ടായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിസന്ധി ആണ് പറയുന്നില്ലെങ്കിൽ പോലും 6 പത്രം എന്തോ പൂട്ടിയെന്നല്ലേ? തീർച്ചയായും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തേജസ് ആയിരുന്നു. തേജസിന്റെ ആസ്ഥാനം കോഴിക്കോടായിരുന്നു. എല്ലാം കടം കയറി സാമ്പത്തിക പ്രതിസന്ധി വന്ന് പിരിച്ചുവിടുക, ആളുകളെ ജീവനക്കാരെ പിരിച്ചുവിടുകയും പിന്നീട് അത് വലിയ രീതിയിൽ പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിൽ നോട്ട് നിരോധനം, കള്ളപ്പണം ഇതൊക്കെ ആയി ബന്ധപ്പെട്ട് തന്നെയാണ് ഇവരൊക്കെ പ്രവർത്തിച്ചത് എന്നത് യാഥാർത്ഥ്യമാണല്ലോ. അതുകൊണ്ടാണല്ലോ നോട്ട് നിരോധനം വന്നതിന് ശേഷം ഇത്തരത്തിൽ എല്ലാം പൂട്ടിക്കെട്ടേണ്ടി വന്നത്. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് 6ഓളം വർത്തമാന പൂട്ടിയെന്നാണ്. തേജസ് എനിക്ക് നല്ല ഓർമ്മയാണ്. നോട്ട് നിരോധനം വന്നതിന്റെ 2 മാസം കഴിഞ്ഞപ്പോ, ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി ഞങ്ങളില്ല, ഫ്രണ്ട് പേജ് വെറും ബ്ലാക്ക് ആയിട്ട് ഇട്ടിട്ട് ഇനി ഞങ്ങളില്ല, ഇതിന് താഴെ ഏറ്റവും ഇനി ഞങ്ങളില്ല, ഒരു ദുഃഖത്തിന്റെ സീൻ കൊടുത്തിട്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി, ഇതാക്കൾ പറഞ്ഞ മാതിരി കള്ളപ്പണം കൊണ്ട് തന്നെയാണ്, വിദേശത്തു നിന്ന് വന്നിരുന്ന കള്ളപ്പണം അല്ലെങ്കിൽ ഹവാല പണം, കുഴൽപ്പണം, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ പത്രങ്ങൾ നിന്നുപോയിരുന്നതാണ്. മാധ്യമ പ്രവർത്തനത്തിന് പോലും യഥാർത്ഥത്തിൽ ഭാരതവിരുദ്ധ നീക്കം നടത്തുന്നതിന് വേണ്ടിയുള്ള പണം എത്തുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ടാണല്ലോ ഇതൊക്കെ പൂട്ടിപ്പോയത്. യഥാർത്ഥത്തിൽ മാന്യമായിട്ടുള്ള രീതിയിലുള്ള പത്രപ്രവർത്തനമാണെങ്കിൽ എന്തിനെ പൂട്ടേണ്ടി വന്നു? ഇതിനേക്കാളും ശോചിയാവസ്ഥയിൽ നിൽക്കുന്ന എത്രയോ പത്രങ്ങൾ ഇന്നും തുറന്നു പോകുന്നുണ്ട് സാമ്പത്തികമായിട്ട്. പക്ഷെ ഇതെന്തുകൊണ്ട് പൂട്ടിപ്പോയി? 10-18 എഡിഷൻ, ഗൾഫിലടക്കം എഡിഷൻ ഉണ്ടായിരുന്ന പത്രമാണ് മാധ്യമമല്ല തേജസ്. വിദേശത്ത് അടക്കമുള്ള എഡിഷൻ പൂട്ടിക്കെട്ടി ഞങ്ങൾ ഇനി ഇല്ല എന്ന് പറയുമ്പോൾ ഒരു നോട്ട് നിരോധനത്തിന്റെ പേരിൽ ആണ് ഈ പത്രങ്ങൾ പൂട്ടേണ്ടി വന്നത് എങ്കിൽ അവരെത്രമാത്രം ഹവാല പണവും കുഴൽപ്പണവും ഉപയോഗിച്ചിരുന്നു. ഈ ദീപികയും ചന്ദ്രികയും കേരള കൗമുദിയും ജന്മഭൂമിയും ഒക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അതെ, വളരെ ചെറിയ മാനേജ്മെന്റ് അല്ലെങ്കിൽ വളരെ ശക്തി കുറഞ്ഞ മാനേജ്മെന്റ് കീഴിൽ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച് ഈ പറഞ്ഞ പത്രങ്ങളൊക്കെ പിടിച്ചു നിൽക്കുമ്പോഴാണ് ഈ മറ്റ് തേജസ്സിനെ പോലുള്ള പത്രങ്ങൾ പൂട്ടിയതെന്ന് അറിയുമ്പോഴത്തേക്കും അവരെ കള്ളപ്പണത്തിന്റെ മറവിൽ തന്നെയാണ് ഇത് ചെയ്തിരുന്നത്. അപ്പൊ ഇത്രയും കാലം തേജസ്സിനെ പോലെയുള്ള വർത്തമാന പത്രങ്ങൾ ചെയ്തിരുന്നത്, മാധ്യമങ്ങൾ ചെയ്തിരുന്നത്, ഈ ഭാരതവിരുദ്ധ പ്രവർത്തനത്തിന് വിദേശ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഹവാല പണം സ്വീകരിച്ചുകൊണ്ട് അതിന് മദ്യമോ മയക്കുമരുന്ന് എന്തിനു വേണോ പ്രോത്സാഹനം കൊടുത്ത് അവരുടെയും പണം പറ്റിക്കൊണ്ടാണ് ഇതൊക്കെ ചെയ്തിരുന്നത് വേണം പറയാൻ. കാരണം ലോകത്തെ ഈ ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ കറുപ്പും കഞ്ചാവും കൃഷി ചെയ്യുന്നത് അഫ്ഗാനിസ്ഥാനാണെന്ന് കേട്ടിട്ടുണ്ട്. ഈ പണമെല്ലാം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഭീകരവാദത്തിന് വേണ്ടിയാണ്. അപ്പൊ ജിഹാദി പ്രവർത്തനത്തിന് വേണ്ടി പണം സ്വരൂപിക്കാൻ യാതൊരു തത്വദീക്ഷയുമില്ലാതെ എങ്ങനെ വേണോ അവിടെ നബി കുറ്റമൊന്നും പറയുന്നില്ല. പണം സ്വരൂപിക്കുന്ന അവർക്ക് എങ്ങനെ ഏത് മാർഗം സ്വീകരിക്കാം. ഈ കേസിൽ ഇനി സിദ്ദീഖ് അപ്പന്റെ ഭാര്യയെ ചോദ്യം ചെയ്യാനൊക്കെ ഉള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഒരു ഇരവാദവുമായി, അതായത് മാധ്യമ പ്രവർത്തകനെയും കുടുംബത്തെയും വേട്ടയാടുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾ രംഗത്ത്. വാസ്തവത്തില് നമ്മുടെ നാട്ടിന്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നതാണ് ഈ ആവശ്യമില്ലാത്ത ഇരവാദം. ആരാണ് ഇര? വേട്ടക്കാരനാരാണ്? വാസ്തവത്തില് വേട്ടക്കാരനോടൊപ്പമാണ് ഇവർ സഞ്ചരിക്കുന്നത്. ഒരേ സമയം വേട്ടയാടുകയും വേട്ടക്കാരനോടൊപ്പം ഓടുകയും ചെയ്തിട്ട് വേട്ടപ്പെട്ടികളെ പോലെ വേട്ടപ്പെട്ടികളുടെ കൂടെ ഓടുകയും എന്നാലേ ഓടുന്ന കൂട്ടത്തിൽ ഇരയാണെന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം ഇവിടെ കാണും. കേരളത്തിൽ മാത്രമാണ് അതിന്റെ പ്രത്യേകതയുള്ളത്. സിദ്ദിഖാപ്പന്റെ ഭാര്യയ്ക്ക് അക്കൗണ്ടിൽ കൂടി കോടിക്കണക്കിന് രൂപ വന്നിട്ടുള്ളത് ശരിയാണ്, സത്യമാണ്, തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ, ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിലെടുത്താൽ എന്തിന് ഇരവാദം മുഴക്കണം? തെറ്റ് ചെയ്തിട്ടല്ലേ? അപ്പൊ ഇതാണ് ആദ്യം നിർത്തേണ്ടത്. ഈ സത്യവും നീതിയും സംരക്ഷിക്കപ്പെടാനുള്ള ഒരു ധാർമ്മികത ഇവർ പുലർത്തുന്നില്ല. അനാവശ്യമായ സ്ഥലങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആവശ്യമില്ലാത്തൊരു ഇരവാദം മുഴക്കുന്നു. അപ്പൊ ആരാണ് വേട്ടക്കാരൻ, ആരാണ് ഇര എന്ന് തിരിച്ചറിയാത്ത ഒരു കൺഫ്യൂഷൻ അവസ്ഥയിലേക്ക് സാധാരണക്കാരൻ എത്തുന്നു. അപ്പൊ എല്ലാത്തിനെയും സാധാരണക്കാരൻ ഒരുപോലെ കാണുന്നു. കുറ്റം ചെയ്തവരെയും കുറ്റം ചെയ്യാത്തവരെയും ഒരുപോലെ കാണേണ്ട ഒരു ഗതികേടിലേക്ക് ഈ സാധാരണക്കാരൻ വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. ചാനൽ മുറികളിൽ ഇനിയും ഒരുപാട് സിദ്ദീഖാപ്പന്മാരില്ലേ? ഒരുപാട് പേരുണ്ട്. ഇന്നലെയോ മിനിയാന്നോ മലയാളം ചാനൽ കാണും, ഞാൻ ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല, ഒരു അവതാരകൻ വളരെ ദേഷ്യത്തോടു കൂടി മണ്ണാങ്കട്ട എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തെ മണ്ണാങ്കട്ട എന്ന് പറഞ്ഞുകൊണ്ട് തുഞ്ചത്താചാര്യനെ വിമർശിക്കുന്നത് കേട്ടു. അപ്പോ ആ പറഞ്ഞ തുഞ്ചത്താചാര്യന്റെ പേര് പറഞ്ഞപ്പോ മലപ്പുറത്തെ മണ്ണാങ്കട്ട എന്ന് പറഞ്ഞ അയാളുടെ മനസ്സിൽ അയാളെ നയിക്കുന്ന ചിന്ത എന്തായിരിക്കാം? വളരെ ആഘോഷപൂർവ്വം ആവേശപൂർവ്വം താമരത്തണ്ടിടിഞ്ഞു എന്ന് പറഞ്ഞ ഹരിയാനയുടെ റിസൾട്ടിന്റെ ആദ്യ ഭാഗത്ത്, ആദ്യ പാദത്തിൽ തുള്ളിച്ചാടി
ഈ ഗോതമ്പ് വയലിലകളിൽ താമരത്തൊണ്ടൊടിഞ്ഞു എന്ന് ആഹ്ലാദം പങ്കിട്ട ആളുകളൊക്കെ കുറച്ചു കഴിഞ്ഞപ്പോൾ മൗനമായിരിക്കുന്ന കാഴ്ചയും കണ്ടതാണ്. അതിലൊരാളാണ് ഈ പറഞ്ഞ പത്രപ്രവർത്തകൻ. ഈ പത്രപ്രവർത്തകൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അത് മലപ്പുറത്തെ മണ്ണാങ്കട്ടയാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ ഒരക്ഷരം, ഒരു എതിർസ്വരം ഒരിടത്തും വന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെയൊക്കെ പത്രപ്രവർത്തന മേഖലയിൽ ആ രംഗത്ത് ഇതുപോലുള്ള ശ്രദ്ധിക്കാപ്പന്മാർ ധാരാളം പേര് ഇനിയും ഉണ്ട് എന്ന് തെളിയിക്കുന്ന വസ്തുതകളാണ് നമുക്ക് ചുറ്റും കാണുന്നത്.